ആത്മാവാം ദൈവമേ, ഒരു നദി പോലിങ്ങൊഴുകിവാ. ആഴത്തിൽ മുങ്ങിത്താഴാനാശയെന്നിൽ പൊങ്ങുന്നേ. നിന്നോടും നിഴുകിച്ചേരാ, നിന്നിൽ ചേർന്നൊന്നാകാ. കൊതിയേറുന്നേ, കൊതിയേറുന്നേ. ആത്മാവാം ദൈവമേ, ഒരു നദി പോലിങ്ങൊഴുകിവാ. ആരും കാണാത്തതായി, ആരും കേൾക്കാത്തതായി, ആഴത്തിൻ മുത്തു തേടി ഞാൻ വരും യേശുവേ. ആത്മാവിൻ ശക്തി തേടി ഞാൻ വരും യേശുവേ. നിന്നോടും നിഴുകിച്ചേരാ, നിന്നിൽ ചേർന്നൊന്നാകാ. കൊതിയേറുന്നേ, കൊതിയേറുന്നേ. ആത്മാവാം ദൈവമേ, ഒരു നദി പോലിങ്ങൊഴുകിവാ. നീന്തിയിട്ടല്ലായിനിയും കടപ്പാൻ കഴിയാത്ത പോലെ, ആത്മാവിൻ ആഴം തേടി ഞാൻ വരും യേശുവേ. സ്നേഹത്തിൻ ഉറവ തേടി ഞാൻ വരും യേശുവേ. നിന്നോടും നിഴുകിച്ചേരാ, നിന്നിൽ ചേർന്നൊന്നാകാ. കൊതിയേറുന്നേ, കൊതിയേറുന്നേ. ആത്മാവാം ദൈവമേ, ഒരു നദി പോലിങ്ങൊഴുകിവാ. ഒഴുകിവാ, നീ ഒഴുകിവാ, നീ ഒഴുകിവാ. എന്നിലൊഴുകിവാ, നീ ഒഴുകിവാ, നീ ഒഴുകിവാ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നു. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ എങ്കിൽ നമ്മൾ ചിലത് അറിഞ്ഞിരിക്കണം. ദൈവവചനം പറയുന്നു, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ അതിൻ്റെ 3-ാം അധ്യായം 16-ാം വാക്യം ഇങ്ങനെ പറയാണ്: നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം എന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? നമ്മുടെ ഈ ഭൂമിയിലെ ശരീരത്തിൽ ദൈവം വസിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ശരീരം വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കാൻ പാടില്ല എന്ന് തുടർന്ന് പറയുന്നു. അവിടെ പറയാണ്, ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ഈ ഭൂമിയിൽ നാം പാർക്കുമ്പോൾ ദൈവത്തിൻ്റെ മന്ദിരമായ ശരീരത്തെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. എങ്ങനെ നമുക്കത് സൂക്ഷിക്കാൻ കഴിയും? റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ പറയാണ്, 12-ഉം 13-ഉം വാക്യങ്ങളിൽ പറയാണ്, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനിയും വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശരീരം നമുക്കല്ല, ദൈവത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ദൈവം വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ വേദോസ് നമ്മെ പഠിപ്പിക്കുന്നു. നമ്മളതുകൊണ്ട് ഇനി താന്താങ്ങൾക്കുള്ളവരല്ല, നമ്മൾ ദൈവത്തിനുള്ളവരാണ്. അപ്പം തന്നെ നമ്മുടെ ശരീരം ഭംഗിയായി സൂക്ഷിക്കേണ്ടത് ഏറ്റവും ആവശ്യം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ പറയാണ്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയലാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാണ്. അപ്പം ശരീരം കൊണ്ട് എന്തും ചെയ്യാം എന്നുള്ളൊരു ലെവലിൽ ചിന്തിക്കാതെ
ശരീരത്തെ നീതിയുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കുകയാണ് ഒരു യേശുവിനെ സ്വീകരിച്ച ഒരു ദൈവ പൈതലിൻ്റെ കടമ. ഇവിടെ പറയാണ്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കേണ്ടത്. എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വരും. നമ്മുടെ ശരീരം അതുപോലെ സൂക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയെ പഴയതെല്ലാം കഴിഞ്ഞു ഒരു പുതിയ ആളായി മാറുകയാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് പാർക്കത്തക്കോണം നമ്മളൊരു പുതിയ വ്യക്തിയായി തീരുകയാണ്. നമ്മളിൽ അശുദ്ധികളെല്ലാം മാറി ഒരു തിളങ്ങുന്ന മുത്തായി ദൈവവൈതൽ മാറുകയാണ്. അപ്പം നാം തിരിച്ചറിയേണ്ട കാര്യം, ഈ ശരീരത്തിൽ വെച്ച് നമ്മൾ ചെയ്യുന്നതിന് ഒരു ദിവസം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പോൾ തന്നെ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഇത് പാപത്തിന് സമർപ്പിക്കേണ്ടതല്ല, ദൈവത്തിന് സമർപ്പിക്കേണ്ടതുമാണ്. നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളു. അല്ലേ? നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. നിങ്ങൾ മരിച്ച് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി എണ്ണിക്കൊള്ളു. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ടോട്ടൽ കൺട്രോൾ, നിയന്ത്രണവും, ഫുൾ കൺട്രോൾ, മുഴുവൻ നിയന്ത്രണവും പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. യേശു പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ. അതെന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്? ആത്മാവിനെക്കുറിച്ചാണ്. എന്നിട്ട് പറയണം, അങ്ങനെ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. പരിശുദ്ധാത്മാവിനെ ജീവിതത്തിൽ നാം സ്വീകരിക്കുമ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരങ്ങളായി ഞാനും നിങ്ങളും ജീവിക്കുമ്പോഴും നമ്മുടെ ശരീരം ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ടോട്ടൽ കൺട്രോൾ, മുഴുവൻ നിയന്ത്രണവും ശരീരത്തിൻ്റെ. പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കാൻ നിങ്ങൾ ഇന്ന് തീരുമാനിച്ചാൽ, ഞാനും നിങ്ങളും തീരുമാനിച്ചാൽ നമ്മളെപ്പോലെ ജയാളികളായി വേറെ ആരും കാണത്തില്ല. ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും നാം അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ പാർക്കേണ്ടതിന്, ദൈവത്തെ കൊണ്ടു നടക്കേണ്ടതിന് എന്ന ശരീരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് വസിക്കുന്നതിനായി സ്തോത്രം. അതുകൊണ്ട് ഞങ്ങളുടെ ശരീരങ്ങളെ കർത്താവിന് ജീവനും പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കാൻ, നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കാൻ, പാപത്തിന് കീഴ് ജീവിക്കാനല്ല, ദൈവമക്കളായി ജീവിപ്പാൻ, ശരീരത്തിരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഗൈഡ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തിൻ്റെ ടോട്ടൽ കൺട്രോൾ, മുഴുവൻ നിയന്ത്രണവും ഇന്ന് പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന് അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാട് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. ആത്മാവാം ദൈവമേ, ഒരു നദി പോലിങ്ങൊഴുകിവാ, ആഴത്തിൽ മുങ്ങിത്താഴാൻ ആശയെന്നിൽ പൊങ്ങുന്നേ, നിന്നോടും നിഴുകിച്ചേരാ, നിന്നിൽ ചേർന്നൊന്നാകാം, കൊതിയേറുന്നേ. ആത്മാവാം ദൈവമേ, ഒരു നദി പോലിങ്ങൊഴുകിവാ, ഒഴുകിവാ, നീ ഒഴുകിവാ, നീ ഒഴുകിവാ, എന്നിലൊഴുകിവാ, നീ ഒഴുകിവാ, നീ ഒഴുകിവാ.